കത്തിയ ഉരുവിയെടുത്ത എഴുതുവേണ്ട രക്തസരിത്രം. മാർവലിന്റെ സീക്രട്ട് വാർസ് കോമിക് സീരീസിലെ ഇഷ്യൂ 7-ലാണ് നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇഷ്യൂ 0 മുതൽ 6ാമത്തെ എപ്പിസോഡ് വരെ പല വീഡിയോസിലായി നമ്മൾ ഇതിനു മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാറ്റിൽ വേൾഡിന്റെ ഹിസ്റ്ററി എന്ന മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നതാണ്. അവയെല്ലാം തന്നെ ഡയറക്ട്ലി ഈ ഇഷ്യൂമായി കണക്റ്റഡ് ആണ് എന്നതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതുമാണ്. എന്തായാലും കഴിഞ്ഞ ഇഷ്യൂസിലൂടെ പ്രധാനമായും ഗോഡംബിയർ റൂമിന്റെ കയ്യിൽ നിന്നും സംരക്ഷിക്കുവാൻ വേണ്ടി സ്ട്രേഞ്ച് ബാറ്റിൽ വേൾഡിന്റെ പല ഭാഗത്തേക്കുമായി ടെലിപ്പോർട്ട് ചെയ്തെത്തിയിട്ടുണ്ടായിരുന്ന സൂപ്പർ ഹീറോസും വില്ലന്മാരും ചേർത്ത് വളരെ വലിയൊരു ആർമികളെ തന്നെ ക്രിയേറ്റ് ചെയ്യുകയും അവരുമായി ഒരു വലിയ റെബലിയൻ തന്നെ ഗോഡംബിയർ റൂമിനെതിരെ അവർ തുടങ്ങുകയും ഇത് തന്റെ ജനറൽസിൽ നിന്നും അറിയുന്ന ഡോക്ടർ ഡൂം അവർക്കെതിരായി ഡൂം ആർമിയെ പ്രിപ്പയർ ചെയ്യുവാനായി ജനറൽസിന് ഓർഡർ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ താനോസിന്റെ നേതൃത്വത്തിൽ വളരെ വലിയൊരു അനൈലേറ്റേഴ്സ് ആർമിയും അവർക്ക് സപ്പോർട്ടീവായി ജൈജാനിക് വേർഷനിലുള്ള ബെൻഗ്രീം അഥവാ തിങ്ങും ഡൂം കാസിലെ ലക്ഷ്യമായി മാർച്ച് ചെയ്യുന്നതായി കാണിക്കുന്നതോടുകൂടിയാണ് കഴിഞ്ഞ ഇഷ്യൂ അവസാനിച്ചിരുന്നത്. തുടർന്ന് കാണുക. അലറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് നടുവിലൂടെയായി മുഖംമൂടിധാരിയായ പ്രോഫറ്റ് നടന്നു വന്ന് പറയുകയാണ്, നാം എല്ലാവരും ഈ ഒരു ട്രീയുടെ കീഴിൽ കൂടി വന്നിരിക്കുന്നത് നിങ്ങളുടെ ദൈവത്തിന്റെ കള്ളക്കളികൾ പൊളിക്കുവാനാണ്. അവൻ സ്വയം ദൈവമായി മാറി നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തട്ടിയെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് ലഭിക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യമാണ്. ഞാൻ മാക്സിമസ് എന്നോടൊപ്പം ചേർന്ന് എല്ലാവരും യുദ്ധത്തിന് വരൂ എന്ന് ആഹ്വാനം ചെയ്യുന്നതോടുകൂടി മുഖംമൂടി വലിച്ചെറിഞ്ഞ മാക്സിമസിനോടൊപ്പം മാക്സിമസിന്റെ ആർമി ഡൂമിന്റെ സൈന്യത്തെ അറ്റാക്ക് ചെയ്യുന്നതായി കാണിക്കുന്നതോടുകൂടിയാണ് ഈ ഒരു സീൻ ഇവിടെ കട്ടാകുന്നത്. തുടർന്ന് കാസിൽ ഓഫ് ഡൂമിലായിരിക്കുന്ന ഡോക്ടർ ഡൂമിന്റെ അടുത്തേക്ക് ബ്ലാക്ക് സ്വാൻ കടന്നു വരികയും തുടർന്ന് നമ്മുടെ ആർമി ഇപ്പോൾ അങ്ങയുടെ കിങ്ഡത്തെ പ്രൊട്ടക്ട് ചെയ്യുവാനായി തയ്യാറായിരിക്കുകയാണ്. റെബൽ ആർമിയുമായിട്ടുള്ള അവരുടെ ആക്രമണം ആരംഭിച്ചിരിക്കുന്നു എങ്കിൽ തന്നെയും അങ്ങ് അനുവാദം തരികയാണെങ്കിൽ ഞാനും അങ്ങേക്കായി ഇപ്പോൾ യുദ്ധത്തിന് തിരിക്കുന്നതാണെന്ന് പറയുന്ന ടൈമിൽ തന്നെ ഡോക്ടർ ഡൂം, വേണ്ട സ്വാൻ, നീ ഇവിടെ നിന്നും എന്നോടൊപ്പം യുദ്ധം കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി. ഈ ഒരു യുദ്ധത്തിൽ നിന്റെ സ്ഥാനം മറ്റൊരിടത്താണ്. അത് ചെയ്തു തീർക്കുവാൻ നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് പറയുന്ന ടൈമിൽ തന്നെ സൂസൻ സ്റ്റോം അങ്ങ് ഈ യുദ്ധത്തിനെ വളരെ നിസ്സാരമായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങ് വിചാരിക്കുന്ന പോലെ ഇതൊരു സാധാരണ യുദ്ധമല്ല, ഇതിന്റെ പിന്നിൽ മറ്റെന്തോ കൂടിയുണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടർ ഡൂം, അതെ, എന്റെ ത്രോണിന് വേണ്ടിയുള്ള യുദ്ധം, അവയെ എങ്ങനെ തച്ചുടയ്ക്കണമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് പറയുന്ന ടൈമിൽ തന്നെ മാക്സിമസിന്റെ ആർമിയെ അറ്റാക്ക് ചെയ്യുന്ന ഡൂമിന്റെ ജനറൽ ആയിട്ടുള്ള മാഡലിൻ പ്രൈമിന്റെ ഗോബ്ലിൻ ആർമിയെ കാണിക്കുന്നു. ഗോബ്ലിൻ സൈന്യം ഇപ്പോൾ റെബൽ ആർമിയിലേക്ക് ഇരച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ മാക്സിമസിനെ വരെ ഒരു പരിധി വരെ ഡിഫീറ്റ് ചെയ്യുവാനായി അവർക്ക് സാധിക്കുന്നു. എന്നാൽ ഗോബ്ലിൻ സൈന്യത്തെ ഞെട്ടിച്ചുകൊണ്ട് ക്യാപ്റ്റൻ മാർവലിനോടൊപ്പം ഉണ്ടായിരുന്ന സിനിസ്റ്റർ പെട്ടെന്ന് തന്നെ മാക്സിമസിന്റെ റെബൽ ആർമിയെ സപ്പോർട്ട് ചെയ്യുന്നു. തുടർന്ന് ക്യാപ്റ്റൻ മാർവലിന്റെ നേതൃത്വത്തിൽ തങ്ങളെ അറ്റാക്ക് ചെയ്ത സിനിസ്റ്ററിനോടായി മെഡലിൻ പ്രൈം, സിനിസ്റ്റർ, നീ ഇപ്പോൾ രാജാവിനോടും ദൈവത്തോടും ഞങ്ങളോടും ചതി ചെയ്തിരിക്കുകയാണ്, എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ മറുപടിയായി സിനിസ്റ്റർ, കാരണങ്ങൾ പലതാണ്, എന്നാൽ അതൊന്നും ഇപ്പോൾ പറയുവാനുള്ള സമയമില്ല എന്ന് പറയുന്ന ടൈമിൽ തന്നെ അവിടെ ഇതാ വളരെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുകയും തുടർന്ന് വീട് കിടക്കുന്ന സിനിസ്റ്ററിന്റെ തല ഒരു വലിയ വാള് വന്ന് വെട്ടിയെടുക്കുകയും ചെയ്യുന്നു. അത് അപ്പോക്കലിപ്സിന്റെ മകനും 4 ഹോഴ്സ്മാനിൽ പ്രധാനിയുമായിട്ടുള്ള ഹോളോകോസ്റ്റ് എന്ന ക്യാരക്ടറാണ്. ഇപ്പോഴിതാ ഗോബ്ലിൻ ആർമിയോടൊപ്പം അപ്പോക്കലിപ്സിന്റെ വലിയൊരു സൈന്യവും ചേർന്നുകൊണ്ട് റെബൽ ആർമിയെ പൂർണ്ണമായും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, അപ്പോക്കലിപ്സ് തന്നെ ഡയറക്റ്റ് ആയിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയും തുടർന്ന് തനിക്കെതിരെ വരുന്ന എല്ലാവരെയും മുഖപക്ഷം നോക്കാതെ വെട്ടിയെറിഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്. തുടർന്ന് തലയേറ്റുപോയ സിനിസ്റ്ററിനോടായി അപ്പോക്കലിപ്സ്, യുദ്ധക്കളത്തിൽ വരാൻ ഞാൻ അല്പം താമസിച്ചു, എങ്കിലും നിന്റെ മന്ത്യം എന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും. നീ ഒരിക്കലും നന്നാവുകയില്ല സിനിസ്റ്റർ, നീ ദൈവത്തെ വഞ്ചിക്കുവാൻ പാടില്ലായിരുന്നു, ഇനി നിന്റെ അന്ത്യമാണ് അടുത്തിരിക്കുന്നത് എന്ന് പറയുന്ന ടൈമിൽ തന്നെ അറ്റുപോയ തലയിൽ നിന്നും സിനിസ്റ്റർ മറുപടിയായി, നീ ഇപ്പോൾ ചിന്തിക്കുന്നത് യുദ്ധത്തിൽ വരാൻ ലേറ്റ് ആയവൻ നീ മാത്രമാണെന്നാണോ? അല്ല, മറ്റൊരുപാട് പേരും ഇപ്പോൾ ലേറ്റ് ആയാണ് വരുന്നത്, മുകളിലേക്ക് നോക്ക് എന്ന് പറയുമ്പോൾ ഡൂം കാസിൽ ഇരുന്ന് ഈ യുദ്ധം പൂർണ്ണമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഡൂമിനെയും റോയൽ ഫാമിലിയെയും കാണിക്കുന്നു. അപ്പോൾ ഫ്രാങ്ക്ലിൻ പറയുകയാണ്, അച്ഛ അങ്ങോട്ട് നോക്ക്, തോർ ആർമി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് കേൾക്കുന്ന സൂസ്റ്റോം, വിക്ടർ, ഡൂംസ്ഗാർഡ് എത്തി, ഇനി ഈ യുദ്ധത്തിന്റെ ഗതി പൂർണ്ണമായി മാറുകയാണെന്ന് പറയുന്ന ടൈമിൽ തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അവിടെ ഗ്രേറ്റ് ഹാളിലായി ഒത്തുകൂടിയിട്ടുണ്ടായിരുന്ന തോർ വേരിയൻസിനോടെല്ലാമായി ഡോക്ടർ ഡൂമിനെ പറ്റിയുള്ള സത്യങ്ങൾ വിളിച്ചു പറയുന്ന ലേഡി തോറിനെ അറ്റാക്ക് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്ത് സംരക്ഷിക്കുവാനും തോർ ആർമി രണ്ടായി തിരിയുന്നു. ഈവൻ യങ് തോർ ഡോക്ടർ സ്ട്രേഞ്ചിനെ ഡോക്ടർ ഡൂം കൊല്ലുന്നത് കണ്ടതുകൊണ്ട് തന്നെ യങ് തോറിനോടൊപ്പമുള്ള മറ്റു തോർ വേരിയൻസിന്റെ സപ്പോർട്ടും ലേഡി തോറിനാണ് ലഭിക്കുന്നത്. തുടർന്ന് ലേഡി തോറിനോടൊപ്പം യുദ്ധക്കളത്തിലേക്ക് വരുന്ന ഈ തോർ വേരിയൻസ് എല്ലാം തന്നെ റെബൽ ആർമിയോടൊപ്പം ചേർന്നുകൊണ്ട് ഡോക്ടർ ഡൂമിന്റെ സൈന്യത്തെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ബാറ്റിൽ വേൾഡിലേക്ക് വന്നിറങ്ങുന്ന അടുത്ത സെക്കൻഡിൽ തന്നെ അൾട്ടിമേറ്റ് തോർ സിനിസ്റ്ററിന്റെ തലയുമായി നിൽക്കുന്ന അപ്പോക്കലിപ്സിന്റെ മകനായ ഹോളോകോസ്റ്റിനെ അറ്റാക്ക് ചെയ്ത് താഴെ ഇടുന്ന ടൈമിൽ തന്നെ മറ്റുള്ള എല്ലാ തോർ വേരിയൻസും ചേർന്നുകൊണ്ട് ഡൂമിന്റെ ആർമിയെ നിലംപരിശാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ
ഡൂംഗാസിൽ ഇരുന്ന് യുദ്ധം കണ്ടുകൊണ്ടിരിക്കുന്ന വലേറിയ ചോദിക്കുന്നു, എന്നാലും എന്തുകൊണ്ടാണ് നമ്മുടെ തോർ ആർമി നമ്മളിൽ നിന്ന് പിരിഞ്ഞ് റെബൽസിനോടും സിനിസ്റ്ററിനോടും ഒപ്പം ചേർന്നതെന്ന് എനിക്ക് യാതൊരു പിടിയും കിട്ടുന്നില്ല എന്ന് പറയുന്ന ടൈമിൽ തന്നെ എന്നാലും എന്തുകൊണ്ടാണ് വിക്ടർ ഇവർ നമ്മളോട് ഇങ്ങനെ ചെയ്തതെന്ന് ഡോക്ടർ ഡൂമിനോടായി സൂസ്റ്റോം ചോദിക്കുമ്പോൾ ഞാൻ വിശ്വസിച്ചവർ തന്നെ എന്നെ പിന്നെയും ചതിച്ചിരിക്കുകയാണെന്ന് ഡോക്ടർ ഡൂം മറുപടി പറയുന്നു. എന്നാൽ ഇതേ സമയം തന്നെ യുദ്ധക്കളത്തിൽ അപ്പോക്കലിപ്സ് തോറിന്റെ വളരെ വലിയൊരു സൈന്യത്തോട് തന്നെ ഒറ്റയ്ക്ക് നിന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നിടയിൽ തന്നെ അപ്പോക്കലിപ്സ് പറയുന്നു, ഞാൻ അപ്പോക്കലിപ്സ്, എന്റെ കൈകൊണ്ടുള്ള മരണം നിങ്ങൾക്ക് ലഭിക്കുന്ന ഭാഗ്യമാണ്. കാരണം നിങ്ങളെപ്പോലെയുള്ള ചതിയന്മാരെ എങ്ങനെയാണ് അവൻ കൊല്ലുക എന്ന് എനിക്ക് കൃത്യമായിട്ട് തന്നെ അറിയാം. എങ്കിലും ഈ ഒരു യുദ്ധത്തിന്റെ കൺട്രോൾ ഞങ്ങളുടെ പക്കലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നീ തോൽക്കാൻ പോകുന്നു സിനിസ്റ്റർ, മുകളിലേക്ക് നോക്ക് എന്ന് പറയുമ്പോൾ അവർക്ക് ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരും ആകാശത്തേക്ക് നോക്കുന്നു. അപ്പോൾ അവരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് വളരെ വലിയൊരു വാർഷിപ്പ് അവിടേക്ക് കടന്നു വരികയും അതിൽ നിന്നുമായി ബ്രേക്കേഴ്സ് ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന ഹൾക്കിന്റെ വളരെ വലിയൊരു കൂട്ടം തന്നെയാണ് കടന്നു വരുന്നത്. അവരുടെ ലീഡർ ആയിട്ടുണ്ടായിരുന്നതോ സാക്ഷാൽ മൈസ്ട്രോ ഹൾക്കും. ചുരുക്കത്തിൽ ഇപ്പോൾ ഹൾക്കിന്റെ ആർമിയും ഡോക്ടർ ഡൂമിന്റെ സൈന്യത്തോടൊപ്പം ചേർന്നുകൊണ്ട് റെബൽ ആർമിയെ പൂർണ്ണമായി ഇല്ലാതാക്കുവാൻ വന്നിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ തന്നെ ഈ ഒരു സീൻ ഇവിടെ കട്ടാകെ തുടർന്ന് പ്രോജക്ട് 42-ൽ അൾട്ടിമേറ്റ് യൂണിവേഴ്സിലെ റീ റിച്ചാർഡ്സ് മേക്കറും നമ്മുടെ യൂണിവേഴ്സിലെ റീ റിച്ചാർഡ്സ് മിസ്റ്റർ ഫെന്റാസ്റ്റിക്കും സ്റ്റാർ ലോർഡിനോടൊപ്പം ചേർന്നുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ഡൂംഗ്യാസിലേക്ക് എത്തുവാനായി തന്റെ ഷിപ്പ് തയ്യാറാക്കുന്നു. യഥാർത്ഥത്തിൽ റെബൽസുമായി നടക്കുന്ന ആ ഒരു ഫൈറ്റ് എന്നത് തന്നെ ഇവർക്ക് ഈസിയായി ഡൂംഗ്യാസിലേക്ക് കടക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡൈവേർഷൻ മാത്രമാണ്. പിന്നീട് ബ്ലാക്ക് പാന്തറിനെ കോൺടാക്ട് ചെയ്യുന്ന റീ റിച്ചാർഡ്സ് ടിച്ചാള എങ്ങനെയായി നമ്മുടെ പുതിയ ആർമി തയ്യാറായോ എന്ന് ചോദിക്കുമ്പോൾ ബ്ലാക്ക് പാന്തർ മറുപടിയായി, ചിതറിപ്പോയ വാക്കാണ്ടൻസിനെ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ചെറിയ ആർമിയെ ഞാൻ രൂപീകരിച്ചിട്ടുണ്ട്. എന്നാൽ അവരെ കൊണ്ട് മാത്രം നമുക്ക് ഡൂമിനെ നേരിടുവാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഞാൻ വക്കാണ്ടയുടെ കിങ് മാത്രമല്ല, ഞാൻ മറ്റൊരു സ്ഥലത്തിന്റെ കിങ് ആണെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ എന്ന് പറയുന്നതായി കാണിക്കുന്നതോടുകൂടി ഈ ഒരു സീൻ ഇവിടെ കട്ടാകുകയും തുടർന്ന് ഡോക്ടർ സ്റ്റെയിൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മാജിക്കൽ പോർട്ടൽ ഉപയോഗിച്ചുകൊണ്ട് ഷീൽഡിന് ഇപ്പുറമായി വന്നെത്തി നിൽക്കുന്ന ബ്ലാക്ക് പാന്തറിനെയും നെമോറിനെയും കാണിക്കുന്നു. തുടർന്ന് നെമോർ ബ്ലാക്ക് പാന്തറിനോടായി ഷീൽഡിന്റെ ഒരു ഭാഗം തളർന്നെന്നും അതിലൂടെ അനൈലേറ്റേഴ്സ് ആർമി മെയിൻ ലാൻഡിലേക്ക് കടന്നെന്നുമുള്ള ഒരു വാർത്ത എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ ബ്ലാക്ക് പാന്തർ തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന 3 ബോംബുകൾ എടുത്ത് ആ ഒരു ഷീൽഡിലേക്ക് വലിച്ചെറിയുകയും അവിടെ വലിയൊരു പൊട്ടിത്തെറിയോടുകൂടി ആ ഒരു ഷീൽഡിന്റെ ഭാഗവും തകർന്നു വീഴുകയും ചെയ്യുകയാണ്. തുടർന്ന് ബ്ലാക്ക് പാന്തർ, ഞാൻ ടിച്ചാള, വക്കാണ്ടയുടെയും നെക്രോപോളിസിന്റെയും രാജാവ്, സിറ്റി ഓഫ് ഡെത്തിന്റെ അധിപൻ, കിങ് ഓഫ് ഡെത്ത് ഇപ്പോൾ കൽപ്പിക്കുകയാണ്, എന്റെ മുമ്പിൽ എല്ലാവരും കീഴടങ്ങുക എന്ന് പറയുമ്പോൾ ബ്ലാക്ക് പാന്തറിന്റെ മുമ്പിലായി വന്ന് നിൽക്കുന്ന വലിയൊരു സോംബി ആർമിയെ കാണിക്കുന്നു. യഥാർത്ഥത്തിൽ സീക്രട്ട് വാർസിന് മുമ്പേ പ്രീക്വലായി വന്നിട്ടുണ്ടായിരുന്ന ഒരു കോമിക് സീരീസിലൂടെ ബ്ലാക്ക് പാന്തർ അഥവാ ടിച്ചാള കിങ് ഓഫ് ഡെത്ത് ആയി മാറുന്നുമുണ്ട്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. തുടർന്ന് കിങ് ഓഫ് ഡെത്ത് ആയിട്ടുള്ള ടിച്ചാളയോടൊപ്പം ഡോക്ടർ ഡൂമിനെ നേരിടുവാനായി ഈ ഒരു വലിയ ഡെഡ് സോംബി ആർമി തയ്യാറാകുന്നതായി കാണിക്കുന്നതോടുകൂടി ഈ ഒരു സീനും ഈ ഒരു ഇഷ്യൂവും ഇവിടെ അവസാനിക്കുന്നു. അങ്ങനെ നമ്മൾ സീക്രട്ട് വാർസ് കോമിക് സീരീസിന്റെ ഫൈനലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരേ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ ഫൈനലിലേക്ക് എത്തുവാനായി. എന്തായാലും അതിനുവേണ്ടി നിങ്ങൾ മറക്കാതെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് വെച്ചേക്കുക. ഉടൻ തന്നെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്, ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.